ഇറാൻ ആണവ ചർച്ചകളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുന്നതിനായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്ത ആഴ്ച ഇസ്രായേലിലേക്ക് പോകും. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലുമായി ചേർന്ന് നീക്കങ്ങൾ നടത്തുന്നതിന്റെ ചുവടുവയ്പായിട്ടാണ് നിരീക്ഷകർ ഇതിനെ കണക്കാക്കുന്നത്. ഫെബ്രുവരി 28-ന് റൂബിയോ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും അടുത്തിടെ 2 റൗണ്ട് പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഈ ആഴ്ച പുരോഗതിയെക്കുറിച്ച് നിശബ്ദമായ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പോലും ഒരു കരാറിലെത്തുന്നതിന് ഒരു പുതിയ വാതായനം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ചില കാര്യങ്ങളിൽ അത് നന്നായി നടന്നു. ഫോക്സ് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചൊവ്വാഴ്ച ചർച്ചകളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ മറ്റു കാര്യങ്ങളിൽ ഇറാനികൾ ഇതുവരെ അംഗീകരിക്കാനും പരിഹരിക്കാനും തയ്യാറാകാത്ത ചില ചുവപ്പുരേഖകൾ പ്രസിഡന്റ് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഏതൊരു കരാറിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ നിർവീര്യമാക്കുന്നതിനും ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായം അവസാനിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ ഉൾപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിക്കാൻ നെതന്യാഹു കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിച്ചിരുന്നു. ഭരണകൂടം മേഖലയിലേക്ക് സൈനിക വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഏതാക്രമണവും മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്ക ഉയർത്തുന്നതിനാൽ ടെഹ്റാനെതിരെ സൈനിക നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ട്രംപ് ആലോചിക്കുകയാണ്. വെള്ളിയാഴ്ച ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇറാനിൽ അധികാരമാറ്റം സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണെന്ന് തോന്നുന്നു. 47 വർഷമായി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിന്റെ ട്രംപ് ഭരണകൂടം കരീബിയൻ കടലിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ മേഖലയിൽ US നിർമ്മിച്ച മറ്റ് യുദ്ധക്കപ്പലുകളും സൈനികാസ്തികളും ഉൾപ്പെടെ 2ാമത്തെ വിമാനവാഹിനി കപ്പൽ ചേരാനും സൈനിക സർക്കാർ വിമാന പ്രവർത്തനങ്ങൾ പതിവായി വിശകലനം ചെയ്യുന്ന ഏകദേശം 30 ഓപ്പൺ സോഴ്സ് വിശകലന വിദഗ്ധരുടെ സംഘമായ മിലിറ്ററി എയർ ട്രാക്കിംഗ് അലയൻസ് പറയുന്നതനുസരിച്ച് F-35, F-22, F-60 എന്നിവ ഉൾപ്പെടെ ഡസൻ കണക്കിന് US യുദ്ധവിമാനങ്ങൾ സമീപ ദിവസങ്ങളിൽ US-ലെയും യൂറോപ്പിലെയും താവളങ്ങൾ വിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് പോയി. ഈ മേഖലയിലേക്ക് പോകുന്ന 85-ലധികം ഇന്ധന ടാങ്കറുകളെയും 170-ലധികം ചരക്ക് വിമാനങ്ങളെയും നിരീക്ഷിച്ചതായി സംഘം പറയുന്നു. കാനഡയിൽ താമസിക്കുന്ന ഗവേഷകനും മാറ്റ അംഗവുമായ സ്റ്റെഫാൻ വാട്ടക്കിൻസ് സൈന്യത്തിന്റെ മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന 6 E-3 വിമാനങ്ങൾ സൗദി അറേബ്യയിലെ ഒരു താവളത്തിലേക്ക് പോകുന്നത് പോലുള്ള പിന്തുണ വിമാനങ്ങളും താൻ കണ്ടതായി പറഞ്ഞു. ധാരാളം വിമാനങ്ങളുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആ വിമാനങ്ങൾ നിർണായകമാണ്. ജപ്പാൻ, ജർമ്മനി, ഹവായി എന്നിവിടങ്ങളിലെ താവളങ്ങളിൽ നിന്നാണ് അവയെ പിൻവലിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.